ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ക്രൈസ്തവ ഉത്തരങ്ങൾ. ചോദ്യം 1. ദൈവം തന്നെ മനുഷ്യനാവുകയോ? ചോദ്യം: ലോകത്തിലും മനുഷ്യവംശത്തിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് പരിഹരിക്കാനായി ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചു എന്നൊരു സങ്കല്പം സാമാന്യ ബുദ്ധിക്ക് ബാലിശമായ ഒരു ചിന്തയല്ലേ? പക്ഷേ അതാണല്ലോ ഗലീലയന്റെ അടിസ്ഥാന പ്രമേയം. ദൈവം എന്തുമാത്രം മനുഷ്യരെ സ്നേഹിക്കുന്നു എന്ന് വെളിവാക്കുന്ന ഒരു ഭക്തചിന്ത എന്നതിൽ കവിഞ്ഞ് അതിനെ ഗൗരവമായിട്ട് എടുക്കാൻ പറ്റുമോ? ദൈവത്തിന് മറ്റൊരു മാർഗമില്ലായിരിക്കുമോ? ഉത്തരം 1. ഈ ചോദ്യം കേട്ടാൽ തോന്നും സുവിശേഷ കഥ ഏതോ ഒരു കവി ഒരാത്മീയ പ്രഹർഷത്തിൽ സങ്കല്പിച്ചെഴുതിയ ഒരു സാഹിത്യ കവിതയാണെന്ന്. അതായത് യേശുവിന്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും നമ്മുടെ ഇടയിൽ സംഭവിച്ച ചരിത്ര വസ്തുതകൾ അല്ല എന്ന് സങ്കല്പിക്കണം. എന്നാൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ അവ നിഷേധിക്കാനാവാത്ത ചരിത്രമാണ് എന്നാണ് ഗലീലയൻ തെളിയിച്ചിരിക്കുന്നത്. ആ വസ്തുതകളെ നിരാകരിക്കുന്നതാണോ അതോ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കോടാനുകോടി മനുഷ്യ ജീവിതങ്ങളെയും ആഗോള മനുഷ്യ രൂപപ്പെടുത്തിയ യുക്തിപൂർവമായ ജീവിതസ്പർശിയായ വിശ്വാസ സംഹിത അംഗീകരിക്കുന്നതാണോ യുക്തിസഹം? 2. ദൈവം മനുഷ്യനായി അവതരിക്കുക എന്ന പദപ്രയോഗം എങ്ങനെ മനസ്സിലാക്കണമെന്നും മറ്റും പല ചോദ്യങ്ങളുമുണ്ട്. അവയെപ്പറ്റി അന്യത്ര ചർച്ച ചെയ്യുന്നത് കാണുക. ദൈവം മനുഷ്യനായി അവതരിക്കുക എന്ന ആശയം അതൊരു ചരിത്ര യാഥാർത്ഥ്യത്തിൽ നിന്നു രൂപം കൊണ്ട വിശ്വാസമല്ലായിരുന്നെങ്കിൽ ഒരു പുരാണ കഥയായി തള്ളിക്കളയാമായിരുന്നു. തന്നിൽ തന്നെ യുക്തിവിരുദ്ധമായ ഒന്നാണെന്ന് പറയാമായിരുന്നു. സൃഷ്ടാവ് സൃഷ്ടിയായി തീരുക എന്നതിലുപരിയായ ഒരു വിരുദ്ധോക്തി ചിന്തിക്കാനാകുമോ? 3. ഇത്രയൊക്കെയാണെങ്കിലും മനുഷ്യന് ബുദ്ധി വികസിച്ച കാലം മുതൽ തന്നെ ദിവ്യാവതാരമെന്ന ആശയം മനുഷ്യചിന്തയുടെ ഒരു അവിഭാജ്യ ഘടകമായി നിലകൊള്ളുന്നുണ്ട്. എല്ലാ വികസിത സംസ്കാരങ്ങളിലും ഈ ചിന്തയുടെ രൂപഭാവങ്ങൾ നമുക്ക് കാണാനാകും. ദൈവവും മനുഷ്യനും തമ്മിൽ അത്ര വലിയ അകലമൊന്നുമില്ലെന്ന മട്ടിലാണ് മനുഷ്യവംശം ചിന്തിച്ചു പോന്നിട്ടുള്ളത്. സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണനും പറയുമ്പോൾ ഒരു ഞെട്ടൽ കൂടാതെ മനുഷ്യ സമൂഹം അത് അംഗീകരിച്ചു എന്നത് മറ്റെന്താണ് സൂചിപ്പിക്കുന്നത്? റോമൻ, ഗ്രീക്ക്, ചൈനീസ് ചിന്തകളിലും സ്വർഗലോകത്തിൽ നിന്ന് ഇറങ്ങിവരുന്ന ദേവീ ദേവന്മാരുടെ ചരിത്രങ്ങൾ സുലഭമാണ്. ഇതുപോലുള്ള അവതാരങ്ങളുടെ സങ്കല്പങ്ങൾ തീർത്തും നിഷിദ്ധമായി അകലത്തു നിർത്തിയിരിക്കുന്ന യഹൂദ സംസ്കാരത്തിന്റെ മണ്ണിലാണ് നിങ്ങൾക്കായി ഒരു ലോകരക്ഷകൻ അവതരിച്ചിരിക്കുന്നു എന്ന സന്ദേശം മാലാഖ ആട്ടിടയന്മാർക്ക് അറിയിച്ചതെന്ന് ഓർക്കുക. ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം അവതാര കഥകളുടെ പാരമ്പര്യങ്ങളെ യേശുക്രിസ്തുവിൽ നിന്നും വേർതിരിക്കുന്നു. ക്രിസ്തുവിന്റെ ചരിത്രപരത അത് ബുദ്ധിപരമായി ബോധ്യം വരുത്തുകയാണ് ഗലീലയൻ ചെയ്തിട്ടുള്ളത്. 4. ചുരുക്കത്തിൽ ക്രിസ്തുവിന്റെ ജനനവും ജീവിതവും മരണവും ഉത്ഥാനവും എന്ന ചരിത്ര സംഭവങ്ങളുടെ കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിൽ മാത്രമാണ് ദൈവം മനുഷ്യനായി എന്ന ആശയം നമ്മുടെ ബോധത്തിൽ തെളിയുന്നത്. ആ സങ്കല്പത്തെ തെറ്റിദ്ധരിക്കാനാവാത്ത വാക്കുകളിൽ പ്രകടിപ്പിക്കുക ദുഷ്കരമാണെങ്കിലും സാമാന്യ അഭ്യസ്ത വിദ്യർക്ക് ബോധ്യം വരുന്ന വിധത്തിൽ ഗലീലയൻ അവതരിപ്പിച്ചിരിക്കുന്നു. ചോദ്യങ്ങൾ ബാക്കിയില്ലാത്തതായി ലോകത്തിൽ എന്തുണ്ട്? ഒരു കാര്യത്തിന് എത്ര തെളിവുണ്ടെങ്കിലും അതു നിഷേധിക്കണമെങ്കിൽ അതിനും ന്യായം കണ്ടെത്താനാവും. സ്വന്തം അമ്മയെക്കുറിച്ച് പോലും എത്രയോ കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമാണ്. എന്നുവെച്ച് അമ്മ ആരാണെന്ന് നാം സംശയിക്കുന്നുണ്ടോ? കാരണം അമ്മ അത്രയ്ക്കും നമ്മുടെ ജീവിതാനുഭവത്തിന്റെ ഭാഗമാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന ഇക്തോസ് ബുക്സിൽ നിന്നും മറ്റു എപ്പിസോഡുകളിൽ നിന്നുമുള്ള 4 വായനകളുടെ റഫറൻസുകളിൽ ചില ഭാഗങ്ങൾ ഇവിടെ വായിച്ചു കേൾക്കുക.
ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ഒന്നാം വായന ഗലീലയൻ അധ്യായം 1 നിന്ന്. ഗംഭീര സമസ്യ. റോമൻ ചക്രവർത്തിമാരായിരുന്ന അഗസ്റ്റസ് സീസറിന്റെയും തിബേരിയൂസ് സീസറിന്റെയും വാഴ്ചക്കാലത്ത് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ചിന്തേരിയും ഉളിയും മട്ടവും ചിറ്റികയും കൊണ്ട് ആശാരിപ്പണി ചെയ്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പുരാതന യഹൂദ ആചാരപ്രകാരം ആശാരിപ്പണിക്കാരന്റെ അടയാളമായി അദ്ദേഹം ഈർച്ചച്ചീളുകൾ ചെവികൾക്കു ചുറ്റും ചാർത്തിയിരുന്നിരിക്കാം. അദ്ദേഹം നടന്നുപോയ വഴികൾ ഇന്നും നമുക്കവിടെ കാണാം. സന്ധ്യ മയങ്ങിയാൽ പകലത്തെ അധ്വാനത്തിന്റെ ക്ഷീണം തീർക്കാൻ കോരപ്പുല്ലുകൊണ്ടുള്ള പായയിൽ നടുനിവർക്കുമായിരുന്നു. തീർത്തും നമ്മെപ്പോലൊരു മനുഷ്യൻ, വിശക്കുകയും ക്ഷീണിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞതും ചെയ്തതും മറ്റാരും ഇന്നുവരെ ഒരിക്കലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങളാണ്. താൻ ദൈവത്താൽ അയക്കപ്പെട്ട രക്ഷകനും ദൈവത്തിന്റെ സന്ദേശവാഹകനും ആണെന്നും തന്നിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത അവരുടെ മഹത്തായ ഭാഗധേയം നിറവേറ്റും എന്നും അദ്ദേഹം പറഞ്ഞു. അതുമാത്രമോ, എല്ലാവരെയും നടുക്കിയ സംഗതി അദ്ദേഹം ദൈവപുത്രനാണെന്ന് അവകാശവാദം പുറപ്പെടുവിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് ആളുകൾ വിശ്വസിച്ചു എന്നതാണ് അത്ഭുതകരമായ വസ്തുത. പലസ്തീനായിലെ തെരുവുകളിലൂടെ അദ്ദേഹത്തിന് അകമ്പടി സേവിക്കാൻ ധാരാളം പേർ തയ്യാറായി. ആ നാടാസകലം അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്തു. ആരെയും അസ്വസ്ഥരാക്കാൻ പോന്ന വിധം അനായാസമായി അദ്ദേഹം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇസ്രായേൽ ജനതയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി യാഥാർത്ഥ്യമാകും എന്ന് വിശ്വസിച്ചിരുന്നവർ അന്ന് വളരെ പേരുണ്ടായിരുന്നു. ഇതിലിത്ര അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? അർപ്പിത ചേതസ്സുകളും തീക്ഷ്ണമതികളുമായ അനുയായികളെ തനിക്ക് ചുറ്റും വിളിച്ചുകൂട്ടാൻ ഏതു മിസ്റ്റിക്കിനും കഴിയും. പക്ഷേ അതിലും അത്ഭുതകരം, എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ പ്രതിഭാസം, ഈ മനുഷ്യൻ പെട്ടെന്ന് തൂത്തെറിയപ്പെട്ടിട്ടും യാതൊരു വിധത്തിലുള്ള എതിർപ്പും ചെറുത്തുനിൽപ്പും ആ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നതാണ്. എന്നു തന്നെയല്ല, തങ്ങളുടെ നേതാവിന്റെ അതിദയനീയമായ ഈ ഭീമ പരാജയത്തിന്റെ മുൻപിൽ ധൈര്യം നഷ്ടപ്പെടാതെ ശിഷ്യന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോയി തങ്ങളുടെ ഗുരുവിന്റെ ദൈവികത്വത്തിന് സാക്ഷ്യം വഹിച്ചു. പലർക്കും ജീവരക്തം കൊണ്ട് തന്നെ തങ്ങളുടെ വിശ്വാസത്തിന് മുദ്ര ചാർത്തേണ്ടി വന്നു. ആ കഴുമരം ഇന്നും വലിയൊരു വിജയത്തിന്റെ പ്രതീകമാണ്. ഈശോയെ സംബന്ധിക്കുന്ന യഥാർത്ഥ രഹസ്യം മനുഷ്യാവതാരത്തിന്റെ മഹാരഹസ്യമാണ്. കുരുക്കഴിക്കാൻ കഴിയാത്തതായി അനേകം പ്രശ്നങ്ങളുണ്ട് ആ ജീവിതത്തെ ചുറ്റിപ്പറ്റി. അസംഖ്യം പുസ്തകങ്ങൾ ആ പ്രശ്നങ്ങളെപ്പറ്റി എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജനനത്തിന്റെയോ മരണത്തിന്റെയോ തീയതികൾ കൃത്യമായി അറിഞ്ഞുകൂടാ. കൃത്യമായി ഏതു ഗ്രാമത്തിലാണ് ജനിച്ചതെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ. പക്ഷേ ഇവയൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം. ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ പരിപ്രേക്ഷ്യത്തെ സങ്കുചിതമാക്കാനേ ഉതകുകയുള്ളൂ. ഏറ്റവും വലിയ രഹസ്യം തികച്ചും നമ്മെ പോലുള്ള ഈ മനുഷ്യന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും അമാനുഷിക ശക്തിയുടെ നോക്കെത്താത്ത ആഴങ്ങൾ ഉണ്ടെന്നതാണ്. അതിദാരുണമായ പീഡാനുഭവം മൂലം വികൃതവും ബീഭത്സവുമായി തീർന്ന ആ യുഗപുരുഷന്റെ മുഖത്തിലൂടെ ദൈവത്തെ തന്നെ ജനകോടികൾക്ക് കാണാൻ കഴിയുന്നു എന്നതാണ് ആ രഹസ്യം. ഒരേ സമയം ഈശോ ചരിത്ര പുരുഷനാണ്, ചരിത്രത്തിന് അധീനനുമാണ്. പുതിയൊരു യുഗസംക്രമത്തിന്റെ ശംഖനാദം മുഴക്കിയവനാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന
ലിഖിത സാക്ഷ്യങ്ങളുടെ ബാഹുല്യം നമ്മെ അമ്പരപ്പിക്കുന്നു. സമകാലികനായ ഒരു ചരിത്ര പുരുഷനെ കുറിച്ചും ഇത്രയധികം വസ്തുതകൾ നമുക്കറിയില്ലെന്ന് കാണാം. പക്ഷേ ഈശോ തന്നെ പ്രവചിച്ചതുപോലെ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ചൂടേറിയ വാദപ്രതിവാദങ്ങളുടെ പ്രമേയമായി തീർന്നിരിക്കുകയാണ് ആ ജീവിതം. ഓരോ തലമുറയും അതതിന്റെ പ്രത്യേക ശൈലിയിൽ ആ സംവാദം തുടർന്നു നടത്തുന്നു. പ്രായേണ ദരിദ്രരും പരിഷ്കാരവിഹീനരുമായ മാതാപിതാക്കളിൽ നിന്നും ജനിച്ച ഈ മനുഷ്യൻ തത്വചിന്തയുടെ തന്നെ അടിത്തറയിൽ ഒരു പുനർനിർമ്മാണത്തിന് കളമൊരുക്കി എന്നത് ലോകത്തിന് അന്നുവരെ അജ്ഞാതമായിരുന്ന മൗലിക ചിന്തയുടെ നിത്യനൂതന മേഖലകൾ തുറന്നിട്ടുവെന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ വിദൂരമായ ഒരു കോണിൽ അറിയപ്പെടാത്ത ഒരു ചെറിയ പ്രവിശ്യയിൽ ക്ഷയോന്മുഖമായ ഒരു ജനപദത്തിനിടയിൽ ജീവിച്ചിരുന്ന നിസ്സാരനായ ഒരു യഹൂദന് റോമൻ സാമ്രാജ്യാധിപന്മാരുടേതിനേക്കാൾ ഗംഭീരമായ ഒരു സ്വരത്തിൽ സംസാരിക്കാൻ സാധിച്ചു എന്നത് വാസ്തവത്തിൽ ഇവയെല്ലാം ചരിത്രത്തിലെ മഹാത്ഭുതങ്ങൾ തന്നെയാണ്. ആ ജീവിതം തന്നെ അത്ഭുതങ്ങളുടെ ഒരു ശൃംഖലയാണ്. അഭൗമവും പ്രകൃത്യാതീതവുമായ ഒരു പ്രകാശത്തിന്റെ പരിവേഷം ആ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്നു. ആ അത്ഭുതങ്ങളെല്ലാം അടർത്തി മാറ്റി ആ വ്യക്തിത്വത്തെ വെറും ഒരു സാധാരണക്കാരന്റേതാക്കി മാറ്റാൻ ശ്രമിച്ചാൽ മനോഹരമായി നെയ്തെടുത്ത ഈശോയുടെ ജീവിതമാകുന്ന പട്ടുപുടവ പിച്ചിക്കീറേണ്ടി വരും. അത്ഭുതങ്ങളുടെ മകുടമായ മഹാത്ഭുതം അതിദയനീയമായ മരണത്തിൽ കലാശിച്ചെന്നിയ ആ ജീവിതം യഥാർത്ഥത്തിൽ അങ്ങനെയങ്ങ് അവസാനിച്ചില്ല എന്നതാണ്. മനുഷ്യചേതനയെ സ്തംഭിപ്പിക്കുന്ന വിധത്തിലുള്ള പുതിയൊരു പരിപ്രേക്ഷ്യത്തിലാണ് ആ ജീവിതം വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. മരിച്ച ഈ മനുഷ്യൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. മരിക്കുന്നതിന് മുമ്പ് തന്റെ സുഹൃത്തുക്കളും ശിഷ്യരുമായിരുന്ന അതേ മനുഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുകയും അവരോട് സംസാരിക്കുകയും അവരോടൊത്ത് ഭക്ഷിക്കുകയും ചെയ്തു. അധികം താമസിച്ചില്ല. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈശോയെക്കുറിച്ചുള്ള സാക്ഷ്യം മരണത്തിനു ശേഷമുള്ള തിരിച്ചുവരവാണെന്ന് ശിഷ്യർ കൊട്ടിഘോഷിക്കാൻ തുടങ്ങി. ക്രിസ്തു ഉയിർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ തങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാകുന്നു, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. 1 കൊറിന്ത്യോസ് 15:14. ചരിത്രം ഒന്നുകിൽ ക്രൈസ്തവ മതം അപ്പാടെ നിരാകരിക്കണം, അല്ലെങ്കിൽ ഉയിർപ്പ് എന്ന യാഥാർത്ഥ്യം സ്വീകരിച്ചേ തീരൂ. മനുഷ്യപ്രകൃതി ഈശോ എന്ന വ്യക്തിയിൽ ദിവ്യത്വം പ്രാപിച്ചുവെന്ന മഹാരഹസ്യമാണ് ആ മഹച്ചരിതം പഠിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഒരു ചരിത്രപുരുഷൻ എന്ന നിലയിലും ആ ജീവിതം നമ്മുടെ പഠനവിഷയമാക്കാവുന്നതാണ്. കാരണം ഈശോ ദൈവത്തിന്റെ സ്വയം പ്രകാശനമാണെന്ന് വിശ്വസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഈശോയുടെ ജീവിതമെന്ന ചരിത്ര യാഥാർത്ഥ്യമാണ്. പക്ഷേ ചരിത്രകാരൻ തന്റെ അന്വേഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈശോയെ പറ്റിയുള്ള അറിവ് നമുക്ക് എങ്ങനെ കിട്ടുന്നു? രേഖാമൂലമുള്ള തെളിവ് തയ്യാറാക്കുന്ന ശ്രമത്തെ പ്രശ്നജടിലമാക്കുന്ന ഒരു വസ്തുത നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്ന സ്രോതസ്സുകളുടെ വൈവിധ്യവും ബാഹുല്യവുമാണ്. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. രണ്ടാം വായന. ഗലീലേയൻ അധ്യായം 11 നിന്ന്. മനുഷ്യനും ദൈവവും. ചർച്ച ചെയ്യേണ്ടതായ വലിയ ഒരു പ്രശ്നം കൂടി അവശേഷിക്കുന്നു. പ്രകൃത്യാ തന്നെ നിർദ്ധാരണം ചെയ്യാൻ വിഷമമായ ഒന്നാണത്. ഈശോയെ സംബന്ധിക്കുന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് അതെന്നു പറയാം. ഈശോയുടെ വ്യക്തിത്വത്തിലെ മാനുഷികവും ദൈവികവുമായ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം.
നമ്മെപ്പോലെയുള്ള സാധാരണ മനുഷ്യ സ്വഭാവവും അതിൽ നിന്നെല്ലാം അടിസ്ഥാനപരമായി വിഭിന്നമായ ദൈവിക സ്വഭാവം ഒരുമിച്ച് എങ്ങനെ ഒരു മനുഷ്യനിൽ സ്ഥിതി ചെയ്യും? ചരിത്രത്തിന്റെയോ മനഃശാസ്ത്രത്തിന്റെയോ സീമകൾക്കുള്ളിൽ തളച്ചിടാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല അത്. മനുഷ്യബുദ്ധിക്ക് വിശകലനം ചെയ്യാനോ കണ്ടുപിടിക്കാനോ കഴിയാത്ത ഒരു സത്യമാണ്. ഒരു വ്യക്തിയിൽ ഒരേ സമയം മനുഷ്യനും ദൈവവും സന്നിഹിതനാണെന്ന സത്യത്തിലുള്ള വിശ്വാസം എന്ന് സഭ പഠിപ്പിക്കുന്നു. അതിഗംഭീരമായ ഒരു രഹസ്യത്തിന്റെ മുൻപിലാണ് നാം. കുരിശിന്റെ ഭോഷത്വം എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ നിഗൂഢ രഹസ്യം. ഞങ്ങൾ പ്രസംഗിക്കുന്നത് യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രിസ്തുവിനെയാണ്. 1 കൊരിന്ത്യർ 1:23. ഈശോ ദൈവമായിരുന്നുവെന്ന് തെളിയിക്കാൻ പാടുപെട്ടിടത്തോളം തന്നെ അവിടുന്ന് മനുഷ്യനല്ല എന്ന് വാദിച്ചവർക്കെതിരെ മനുഷ്യ സ്വഭാവം സ്ഥാപിക്കാൻ കത്തോലിക്കാ സഭയ്ക്ക് ശ്രമിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രസ്കാൾ. 2-ാം നൂറ്റാണ്ട് മുതൽ ഇന്നോളം നടമാടിയിട്ടുള്ള പാഷാണ്ഡതകളിൽ 4/3 ഭാഗവും ക്രിസ്തുവിന്റെ ഈ ഉഭയ സ്വഭാവങ്ങളെ കുറിച്ചായിരുന്നു. ക്രൈസ്തവരെ വിവിധ ചേരികളിലാക്കി നിർത്തിയ ഈ വാദപ്രതിവാദത്തിലെ വൈവിധ്യമെന്ന അഭിപ്രായങ്ങൾ എണ്ണി എണ്ണി പറയാൻ തുടങ്ങിയാൽ അത് അത്ര എളുപ്പം അവസാനിക്കില്ല. മനുഷ്യന്റെ മേധാശക്തിക്ക് കണ്ടെത്തിപ്പിടിക്കാൻ കഴിയാവുന്ന എല്ലാത്തരം വിശദീകരണങ്ങളും സിദ്ധാന്തങ്ങളും അക്കൂട്ടത്തിൽ കാണാം. മിസ്റ്ററി മതങ്ങളുടെയും നാടോടി കഥകളുടെയും ഐതിഹ്യങ്ങളുടെയും ഭണ്ഡാകാരങ്ങൾ മുഴുവൻ തപ്പിത്തിരഞ്ഞ് ഓരോ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ള സിദ്ധാന്തങ്ങൾ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കാനല്ലാതെ ഒട്ടും വെളിച്ചം വീശാൻ പര്യാപ്തങ്ങളല്ല. വിചിത്രമായ ഒരു വസ്തുത നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയും എന്ന സത്യം നിഷേധിച്ച ക്രൈസ്തവ വിഭാഗങ്ങളാണ് മനുഷ്യന് ദൈവമാകാൻ കഴിയും എന്ന സിദ്ധാന്തത്തെ നിഷേധിച്ചവരെക്കാൾ കൂടുതൽ. ഏദെൻ തോട്ടത്തിൽ വെച്ച് സർപ്പം ആദത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ച ആദിമ പ്രലോഭനത്തിന്റെ സമ്മോഹനത മനുഷ്യഹൃദയങ്ങളിൽ സ്ഥായിയായ പ്രതിധ്വനികളാണ് ഉണർത്തിവിട്ടിട്ടുള്ളത്. നിങ്ങൾ ദൈവത്തെ പോലെയാകും. പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് സത്യങ്ങൾ തമ്മിലുള്ള ബന്ധം കാണാൻ പാഷാണ്ഡതയ്ക്ക് കഴിയുകയില്ല. ഒന്നിനെ ആശ്ലേഷിക്കുമ്പോൾ മറ്റേതിനെ കൈവെടിയാതെ പറ്റില്ല എന്നതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് പാഷണ്ഡതാവാദങ്ങൾ എല്ലാം തന്നെ ഈ സത്യങ്ങളിൽ ഒന്നു മാത്രം സ്വീകരിച്ച് മറ്റേത് വിട്ടുകളയുന്നത്. സുസമ്മതമായ അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ധർമാനുസാരിയായ സഭ സുപ്രധാനങ്ങളായ ഈ രണ്ട് വാദഗതികളെയും സമന്വയിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈശോയുടെ വ്യക്തിത്വത്തിലെ ഈ ഉഭയ സ്വഭാവങ്ങളെ കുറിച്ച് പസ്കാൾ തുടർന്ന് ഇങ്ങനെ പറയുന്നു: ആരിയൂസിന്റെ അനുയായികൾക്ക് പരസ്പരം പൊരുത്തപ്പെടാൻ വയ്യാത്ത രണ്ടു കാര്യങ്ങളുടെ സംലയനം സ്വീകാര്യമായിരുന്നില്ല. ഈശോ ഒരു മനുഷ്യനായിരുന്നു എന്ന് സമ്മതിക്കുമ്പോൾ അവർ കത്തോലിക്കരായിരുന്നു. ഈശോ ദൈവമല്ലെന്ന് പറയുക വഴി ദേവനിന്ദകരും ധർമ്മവിരോധികളുമായിത്തീരുന്നു. പക്ഷേ കത്തോലിക്കരായ നാം ഈശോയുടെ മനുഷ്യത്വം നിഷേധിക്കുന്നു എന്ന് അവർ ധരിച്ചു വശായത് അവരുടെ അജ്ഞത കൊണ്ടാണ്. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. മൂന്നാം വായന മുസ്ലിം ക്രിസ്ത്യൻ ഡയലോഗ് അധ്യായം 6 നിന്ന് ക്രിസ്തു മുസ്ലിമിന് ആരാണ്? മുഹമ്മദ് നബി തന്റെ പ്രവചനത്തിൽ ഏകദൈവത്തെ മാത്രം ആരാധിക്കണമെന്നും
വിഗ്രഹാരാധന നിരാകരിക്കണമെന്നും ആഹ്വാനം ചെയ്യുമ്പോഴും ക്രൈസ്തവ വിശ്വാസത്തിന്റെ മുഖ്യധാരയുമായി സമ്പർക്കം പുലർത്താൻ നബിക്കു സാധിച്ചില്ല എന്ന വസ്തുത നിലനിൽക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ സംബന്ധിച്ച ക്രൈസ്തവ വിശ്വാസങ്ങളെ അപലപിക്കുന്ന നബിയുടെ പ്രവചനങ്ങളെ അതനുസരിച്ച് വേണം വിലയിരുത്താൻ. മുസ്ലിം ക്രൈസ്തവ മൈത്രിയുടെ പ്രാധാന്യവും സത്യനിഷ്ഠയും പരിഗണിച്ച് ഇതുവരെ പറഞ്ഞവയിൽ നിന്ന് ചില പ്രായോഗിക നിഗമനങ്ങൾ എടുക്കാമെന്ന് തോന്നുന്നു. ഒരു മുസ്ലിം ആയിരുന്നുകൊണ്ട് തന്നെ ഒരാൾക്ക് ക്രിസ്തു ദൈവപുത്രനാണെന്ന് അംഗീകരിക്കാൻ പറ്റുകയില്ലെന്നത് ശരി. പക്ഷേ സുവിശേഷങ്ങൾക്ക് ചരിത്രമൂല്യമില്ലെന്നും ക്രൈസ്തവർ അതിൽ അയഥാർത്ഥമായ കെട്ടുകഥകൾ എഴുതി ചേർത്തുവെന്നുമുള്ള ആരോപണങ്ങൾ മുസ്ലിമുകൾ ഇന്നും ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഈസാ നബിയെ ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മുസ്ലിമുകൾ സുവിശേഷങ്ങൾ ആദരപൂർവം പഠിക്കേണ്ടതാണെന്ന് മുസ്ലിം വിശ്വാസികളെ പ്രതിബോധിപ്പിക്കുവാൻ മടിക്കണമോ? ക്രിസ്തുവിന്റെ സുവിശേഷവുമായി ബന്ധപ്പെട്ടു ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ് അനുഭവിച്ചതിന്റെ ഫലമായി ക്രിസ്തുവിനെ രക്ഷകനായി ആശ്ലേഷിക്കുവാൻ ഒരു മുസ്ലിം സന്നദ്ധനായാൽ അത് ഇസ്ലാമിനോടുള്ള അപരാധമായി വീക്ഷിക്കണമെന്നുണ്ടോ? വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ദൗത്യമെങ്കിൽ ഈ മാനസാന്തരത്തെ വിശ്വാസത്തിലേക്കുള്ള വളർച്ചയായി വീക്ഷിക്കുവാനുള്ള സൗമനസ്യം മുസ്ലിം സമൂഹത്തിൽ വളർത്തുവാൻ യഥാർത്ഥ മുസ്ലിം വിശ്വാസികൾ പരിശ്രമിക്കേണ്ടതല്ലേ? മുഹമ്മദ് നബി താനാണ് പരമസത്യമെന്ന് അവകാശപ്പെട്ടിട്ടില്ല. നബി തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഈസാ നബി തന്നേക്കാൾ വലിയവനും അന്ത്യനാളിൽ വീണ്ടും വരാനിരിക്കുന്നവനുമാണെന്ന്. തനിക്ക് മുമ്പ് വന്ന പ്രവാചകനാണ് ഈസാ നബി എന്ന് അംഗീകരിക്കുന്ന നബി സ്വയം ദിവ്യത്വം അവകാശപ്പെട്ടില്ല. എന്നാൽ ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് വഴി എന്നും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് പോവുകയില്ല എന്നും ഈശോ അരുളി ചെയ്തിരിക്കുന്നു. മുൻ ഖണ്ഡികയിൽ സൂചിപ്പിച്ചതുപോലെ സുവിശേഷങ്ങളിൽ തെളിയുന്ന ക്രിസ്തുവിന്റെ ഈദൃശ വ്യക്തിത്വം ചില ശിഷ്യന്മാർ മെനഞ്ഞെടുത്തതാണെന്നുള്ള സങ്കല്പം ഏതു നിലയിൽ നോക്കിയാലും അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. അപ്പോൾ മുഹമ്മദ് നബിയിലൂടെ ഒരാൾ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ അത് വിശ്വാസം തേടുന്ന വിശ്വാസം എന്ന നിലയിൽ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്? വസ്തുതകൾ നബിക്ക് അറിയപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം ക്രിസ്തുവിനെ അംഗീകരിക്കുമായിരുന്നില്ലേ? ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. നാലാം വായന ക്രിസ്തുമാർഗം അധ്യായം 5 നിന്ന്. ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടി ബന്ധം. വിശാലമായ വിശ്വപ്രപഞ്ചത്തിൽ മനുഷ്യനുമായി മാത്രം ദൈവം ബന്ധപ്പെട്ടുവെന്നാണ് ക്രൈസ്തവ സിദ്ധാന്തം. ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ഓരോ മനുഷ്യനും സ്വന്തമായി വേണം. പക്ഷേ അവയെല്ലാം ഓരോ മനുഷ്യനും തനിയെ കണ്ടെത്താനാവില്ല. ദൈവത്തിന്റെ വെളിപാട് മനുഷ്യവംശത്തിന് പൊതുവായി നൽകപ്പെട്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. തൽസംബന്ധമായി CCC ഇങ്ങനെ പ്രസ്താവിക്കുന്നു: സൃഷ്ടികളിൽ കൂടി തന്നെപ്പറ്റി തന്നെ ദൈവം നൽകുന്ന സാക്ഷ്യത്തിനു പുറമെ നമ്മുടെ ആദി മാതാപിതാക്കന്മാർക്ക് അവിടുന്ന് സ്വയം വെളിപ്പെടുത്തി. അവിടുന്ന് അവരോട് സംസാരിക്കുകയും അവരുടെ പതനത്തിനു ശേഷം അവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്യുകയും അവർക്ക് തന്റെ ഉടമ്പടി നൽകുകയും ചെയ്തു. ഉൽപ്പത്തി 3:15 CCC 70. മൃഗങ്ങൾക്ക് പരസ്പരം സ്ഥായിയായ ബന്ധങ്ങൾ ഒന്നുമില്ല. ഏറ്റവും ഉയർന്ന ജാതി മൃഗങ്ങൾക്ക് പോലും
അവയുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധം താൽക്കാലികം മാത്രമാണ്. അതായത് തലമുറകൾ തമ്മിൽ ജീവൻ പകർന്നു കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് കൂടുതലായ ഒരു ബന്ധവും അവ പുലർത്തുന്നില്ല. കാരണം അതിൽ കവിഞ്ഞൊന്നും പകർന്നു കൊടുക്കുവാൻ അവയുടെ പക്കലില്ല. മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല. ആദി മനുഷ്യൻ മുതൽ അവന്റെ അറിവുകളും കഴിവുകളും കണ്ടെത്തലുകളും എല്ലാ തലമുറകൾക്കും കൈമാറി കൊടുക്കുവാൻ മനുഷ്യന് സാധിക്കുന്നുണ്ട്. മനുഷ്യ സമൂഹം എന്നത് അതിപ്രധാനമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം പ്രഥമമായി വ്യക്തിപരമാണെങ്കിലും അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് സമൂഹത്തിലൂടെയാണ്. ആദിമാതാപിതാക്കൾക്ക് ദൈവം നൽകിയ വെളിപാടുകൾ തലമുറകളിലൂടെ ഇന്നും നമുക്ക് ജീവിതത്തിന്റെ വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്നു. ചരിത്രാതീതരായ ആദിമാതാപിതാക്കളെ കുറിച്ച് ചരിത്രപരമായ അറിവുകൾ ലഭിച്ചിട്ടില്ലെന്നുള്ളത് വാസ്തവമാണ്. അതിന് സാധ്യമല്ല താനും. പക്ഷേ ആ അറിവുകളുടെ ഓർമ്മകൾ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള വിവിധ ജാതികളുടെ ഐതിഹ്യങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നുള്ളത് നരവംശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പാരമ്പര്യങ്ങളിൽ ഏറ്റവും പ്രാചീനവും യുഗങ്ങളുടെ നൈരന്തര്യം കൊണ്ട് ആദരണീയവും ആയ ഒന്നാണ് ബൈബിളിന്റെ സാക്ഷ്യം. ബൈബിൾ പാരമ്പര്യത്തിന്റെ ഏറ്റവും കാതലായ സന്ദേശം മനുഷ്യന്റെ അധപതനത്തെയും അവന്റെ വീണ്ടെടുപ്പിനെയും കുറിച്ചുള്ള വെളിപാടാണ്. അതാണ് പറുദീസ സംഭവത്തിന്റെ യഥാർത്ഥ സാരാംശം. ആ ചിന്താധാരയാണ് ഇടമുറിയാതെ പുതിയ നിയമം വരെയുള്ള രക്ഷാചരിത്രത്തെ കൂട്ടിയിണക്കുന്ന കഥാതന്തു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയുടെ രൂപത്തിലാണ് ഈ ബന്ധം ചിത്രീകരിക്കപ്പെടുന്നത്. അതിന്റെ അവസാന വാക്കാണ് അന്ത്യ അത്താഴ നേരത്ത് ഇത് പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു എന്ന വാക്കുകളിൽ ഈശോ പ്രകടിപ്പിച്ചത്. പിറ്റേ ദിവസം കാൽവരിയിൽ നിറവേറാനിരിക്കുന്ന തന്റെ മരണത്തെ ഈശോ മനസ്സിലാക്കുന്നത് ആ ഉടമ്പടിയുടെ പൂർത്തീകരണമായിട്ടാണ് എന്ന് വ്യക്തം. നമുക്കറിയപ്പെട്ട ലോകചരിത്രത്തിന്റെ ഭാഗമായ സംഭവങ്ങളും അതിനു മുമ്പുള്ള ചരിത്രാതീത കാലത്തിന്റെ ഐതിഹ്യ രൂപത്തിലുള്ള മനുഷ്യരാശിയുടെ ഓർമ്മകളും ഉൾപ്പെടുന്നതാണ് ബൈബിൾ. അതിനോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു പ്രാചീന ഗ്രന്ഥവും ലോക സാഹിത്യത്തിലില്ല തന്നെ. നൂറ് സാമൂഹ്യ രാഷ്ട്രീയ ചരിത്ര സംഭവങ്ങൾ, ധാർമ്മിക മതാത്മകത പ്രബോധനങ്ങൾ, സങ്കീർത്തനങ്ങൾ, പ്രാർത്ഥനകൾ, വ്യക്തികളുടെ ചരിത്രങ്ങൾ മുതലായവ ഉൾപ്പെടുന്ന ഈ മഹത് ഗ്രന്ഥത്തിലൂടെ വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള പ്രത്യാശയും ദൈവിക ഉടമ്പടിയുടെ സാക്ഷാത്കാരവുമാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക